സങ്കീർത്തനം 105:18-19. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും അവൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. യോസേഫിനെ അടിമയായി വിൽക്കപ്പെടുകയും കാലിലും കഴുത്തിലുമൊക്കെ ഇരുമ്പ് ചങ്ങലകൾ ഇട്ടുമുറുക്കി അപ്രകാരമുള്ള ശാരീരിക പീഡനത്തിലൂടെ കടന്നു പോകേണ്ടി വരികയും ചെയ്തിരുന്നു. താൻ ഒരു തെറ്റും ചെയ്തിട്ടായിരുന്നില്ല ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നത്. സഹോദരങ്ങളുടെ അസൂയ മുഖാന്തരമായിരുന്നു. ശരീരം ഇരുമ്പ് ചങ്ങലയിൽ ആയിരുന്നു എങ്കിലും യോസേഫിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനവും തനിക്ക് ലഭിച്ച ദർശനങ്ങളും ഒരു ജ്വാല പോലെ കത്തിക്കൊണ്ടിരുന്നു. പുറമേ ശത്രുക്കൾ പീഡിപ്പിച്ചപ്പോഴും ഉള്ളിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ശക്തീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നിറവേറണമെന്നില്ല. വാഗ്ദത്തത്തിനും അതിൻ്റെ നിവർത്തീകരണത്തിനും ഇടയിൽ ഒരു കാത്തിരിപ്പിൻ്റെയും ശോധനയുടെയും കാലഘട്ടമുണ്ട്. യോസേഫിൻ്റെ ജീവിതത്തിൽ ഇത് ഏകദേശം 13 വർഷമായിരുന്നു. ഈ വർഷങ്ങൾ അത്രയും യോസേഫ് ദൈവത്തിൽ വിശ്വസിക്കുമോ എന്ന് ഉള്ളിൽ കിട്ടിയ വെളിപ്പാട് യോസേഫിനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ദൈവം നിശ്ചയിച്ച ആ സമയം എത്തിയപ്പോൾ ശോധനയുടെ കാലഘട്ടം അവസാനിച്ചു. യഹോവയുടെ വചനം നിവൃത്തിയാകുന്ന സമയമെത്തി. അതുവരെ ചങ്ങലയിൽ ആയിരുന്ന വ്യക്തിയുടെ ഇരുമ്പ് ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയും അദ്ദേഹം മിസ്രയീമിൻ്റെ ഭരണാധികാരിയായി മാറുകയും ചെയ്തു. ചങ്ങല കൊണ്ട് തീരാനുള്ളതായിരുന്നില്ല യോസേഫിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി. കഷ്ടതകൾ അദ്ദേഹത്തെ തളർത്തിയില്ല, പകരം ഒരു വലിയ രാജ്യത്തെ നയിക്കുവാൻ തക്കവണ്ണം മാനസികമായി ശക്തനാക്കി. ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന്, കാരാഗൃഹത്തിൽ നിന്ന് സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഇതുപോലെയുള്ള കഠിനമായ ശോധനകളിൽ കൂടി കടന്നു പോകുന്നവർ ഓർക്കുക, ദൈവിക നിവൃത്തി നമ്മെ തേടി വരുന്നുണ്ട്. ദൈവം നമ്മെ തള്ളിക്കളഞ്ഞിട്ടില്ല. വലിയ കാര്യങ്ങൾക്കായി ദൈവം നമ്മെ ഒരുക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം ഏതു തരത്തിലുള്ള ചങ്ങലയായാലും പുറത്തു വരും. രോഗമോ, സാമ്പത്തിക തകർച്ചയോ, കുടുംബ തകർച്ചയോ, അസമാധാനമോ, ദാരിദ്ര്യമോ, ഏത് ചങ്ങലയുമാകട്ടെ, ദൈവിക വാഗ്ദത്ത നിവൃത്തിയുടെ സമയത്ത് അത് താനേ അഴിഞ്ഞു വീഴും. നാം എത്തേണ്ട ഉയരത്തിൽ എത്തുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഞങ്ങളുടെ വിലാപങ്ങളെ നൃത്തമാക്കി മാറ്റുവാൻ പോകുന്നതിനായി നന്ദി. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.